ഫ്രണ്ട്സ് സമ്മറിൽ നമുക്ക് ഒത്തിരി പൂ കിളിപ്പിക്കാൻ പാടാം, വെള്ളം ഒഴിക്കാൻ പാടാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് പ്ലാന്റ്സാണ്. ഇതിന് നമ്മുടെ സമ്മറിൽ ഒത്തിരി പെട്ടെന്നാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് ചെടി വാങ്ങി വെച്ചാൽ നിങ്ങളുടെ ഗാർഡൻ ഗ്രീനായിട്ട് കളിക്കും. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഞാനിപ്പം എല്ലാം പോട്ട്സിനകത്ത് ഇപ്പം ഞാനിത് വളർത്തി. പണ്ട് എൻ്റെ ഇത് ഞാൻ കൊണ്ടുവന്ന 3-4 വട്ടം കൊണ്ടുവന്നപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, എൻ്റെ കയ്യിൽ ഇത് പിടിക്കുന്നുമില്ലായിരുന്നു. പിന്നെ ഞാനത് ശ്രമിച്ച് ഇങ്ങനെ നോക്കി, പിന്നെ ഞാനത് റെഡിയാക്കി. ഇപ്പം ഞാൻ ഒത്തിരി പോട്ട്സിനകത്ത് ഇത് ഇങ്ങനെ കിളിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമില്ലയോ? ഒന്നുമില്ല സമയത്ത് നമുക്ക് ഈ ഗ്രീൻ കണ്ടാൽ നല്ല രസമാകും. അപ്പം എന്തെടുക്കണം, നിങ്ങൾ മണ്ണിൽ വെച്ചാൽ, നോർമൽ മണ്ണിൽ വെച്ചാൽ എന്തെടുക്കണം, അതിനകത്ത് നിങ്ങൾക്ക് മോയ്സ്റ്റ് വേണം, വെള്ളത്തിൻ്റെ മാത്ര കൂടുതൽ വേണം. അപ്പോഴേ ഈ പ്ലാന്റ്സ് നല്ലതായിട്ട് ഈട് നിൽക്കും. നിങ്ങൾക്ക് മണ്ണും പിന്നെ വെള്ളം കൂടുതൽ രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എളുപ്പം സ്പീഡിനെയാണ് വളരുന്നത്. ഇപ്പോൾ സമ്മർ സമയത്ത് ഇത് ഒത്തിരി ആക്റ്റീവ് ആവും. അപ്പം നല്ല ഇത് ഗ്രീനറി ആയിട്ട് നല്ലതായിട്ട് ഇത് ഗ്രോ ചെയ്യും. അപ്പം നല്ല വീതിയുള്ള മുഖം, ഏത് പോട്ടിലെ മുഖം വീതിയുള്ള ആ അതിനകത്ത് നിങ്ങളിത് നടണം. അപ്പം നല്ലതായിട്ട് ഇത് വളരും. പിന്നെ ബാക്കി ചെടിയുടെ കൂടെ, ചെടിയുടെ അടുത്ത് ഒന്നും ഇത് വെക്കാൻ പാടില്ല. ഇത് എളുപ്പം തന്നെ സ്പ്രെഡ് ആകുന്നതും പിന്നെ നമ്മുടെ ബാക്കി ചെടി അഴുക്കാവും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കൊച്ചൊരു തണ്ട് ഇതുപോലത്തെ ഇത് മതി, ഇത്രയും മതി, പെട്ടെന്ന് അത് വളർന്ന് ഇത് സ്പ്രെഡ് ആകുന്നത്. അപ്പം ഞാൻ എന്തെടുത്തു, ഈ വെള്ളം പിന്നെ നമ്മുടെ മണ്ണും ഇത് രണ്ടും മിക്സാക്കി നല്ലതായിട്ട് ഇത് മോയ്സ്റ്റ് വേണം. നിങ്ങൾക്ക് കാണാൻ പറ്റാൻ ചെളി പോലെ കിടക്കുന്നില്ല. അപ്പോൾ ഇത് ചെളിയിനകത്ത് എത്ര പെട്ടെന്ന് ഇത് വളരുന്നത്. അപ്പം നല്ല രസമാണ്. ഇത് നിങ്ങൾ വച്ച് പിടിപ്പിക്കണം. ഈ സമയത്ത് നല്ലതായിട്ട് നിങ്ങൾക്ക് ഇത് ഗ്രീനറി ആയിട്ട് ഇതിൽ വളരും. അപ്പം അങ്ങനെ ആയാൽ നിങ്ങളുടെ ഗാർഡൻ നല്ല ഗ്രീനറി ആവും. നല്ല രസമാണ്. നമുക്ക് പൂവൊന്നും ഇല്ലെങ്കിലും ഇത് കണ്ടാലും നല്ല രസമാണ്. പിന്നെ ഇതിന് ഒരു മെയിൻ്റനൻസ് ഒന്നും വേണ്ട ഫ്രണ്ട്സ്. ഇതിനൊന്നും ഫെർട്ടിലൈസർ ഇടണ്ട, വെള്ളത്തിൻ്റെ മാത്രം ഇതിന് വേണം. അപ്പോൾ അത് നിങ്ങൾ വെള്ളം ഇതിന് നല്ലതായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നല്ല രസമായിട്ട് എളുപ്പം സ്പീഡിനെയാണ് കളിക്കുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കണം. വെള്ളം പിന്നെ നമ്മുടെ മണ്ണും ഒരുമിച്ചിട്ട് ഇങ്ങനെ മോയ്സ്റ്റ് വേണം. പിന്നെ ഇത് കൊച്ചൊരു കഷ്ണം വെച്ചാൽ മതി, എളുപ്പം അങ്ങ് ഇതാവും, സ്പ്രെഡാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻസും ചെയ്യണേ. താങ്ക് യു.